വെൽക്കം ഓൾ. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആർബിട്രാജ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. ആർബിട്രാജ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രാജ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത കമ്പാരിസൺ ട്രേഡിംഗ് എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരാം. പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലളിതമായിട്ട് ഞാൻ പറയാം. ആർബിട്രാജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു നിങ്ങളൊരു ഐഫോൺ വാങ്ങുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 1,00,000 രൂപയ്ക്ക് ഉള്ള ഒരു ഐഫോൺ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വലിയ കൂടിയ വിലയ്ക്ക് ഒരാൾക്ക് നിങ്ങൾ വിൽക്കുന്നു. 1,00,000 രൂപ കൊടുത്ത് നിങ്ങൾ ആ ഐഫോൺ നിങ്ങൾ വിൽക്കുന്നു. വാങ്ങുന്നതല്ല, നിങ്ങൾ വിൽക്കുന്നു. 1,00,000 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു. സെയിം ഡിറ്റോ ഐഫോൺ ഒരു മാസത്തിനുള്ളിൽ അതേ ഐഫോൺ തന്നെ നിങ്ങളുടെ ഐഫോൺ നിങ്ങൾക്ക് തിരിച്ചു വരികയാണ് ഒരു 50,000 രൂപയ്ക്ക്. നിങ്ങളത് തിരിച്ച് മേടിച്ചു. നിങ്ങൾ വിറ്റപ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടി. നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് 50,000 റുപ്പീസോ 60,000 റുപ്പീസോ 70,000 റുപ്പീസിനോ നിങ്ങൾക്കത് തിരിച്ച് കിട്ടി എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ബൈ ചെയ്തു അല്ലേ? ബൈ ചെയ്യാൻ നേരം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന തുക എത്രയാണ്? 70,000 50,000 60,000 സംതിങ്. പക്ഷെ നിങ്ങൾ സെല്ല് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? 1,00,000 റുപ്പീസ് അല്ലേ? അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇപ്പോൾ 70 ആണെങ്കിൽ 30,000 റുപ്പീസ് അല്ലേ? അപ്പോൾ 30,000 റുപ്പീസ് നിങ്ങൾക്ക് ഡിഫറൻസ്. അത് ലാഭമാണോ നഷ്ടമാണോ? കൂടിയ വിലയ്ക്ക് നമ്മൾ വിറ്റു, എന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ തിരിച്ച് മേടിച്ചു. സെയിം സാധനം തന്നെ നമ്മൾ തിരിച്ച് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 1,00,000 നമുക്ക് കയ്യിൽ കിട്ടിയതിൽ നിന്നും നമ്മൾ 30,000 രൂപ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് ബാലൻസ് 50,000 60,000 70,000 അന്നത്തെ വിലയ്ക്ക് അത് നമ്മൾ തിരിച്ച് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ലാഭം അവിടെ 30,000. ഈ പറയുന്ന എത്രയാണോ മിച്ചം ഉണ്ടായിരുന്നത് നമ്മുടെ ലാഭമല്ലേ? ഇതിനെയാണ് ഒരു വളരെ ബേസിക്കായിട്ട് ആർബിട്രാജ് ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടിയ വിലയ്ക്ക് നമ്മൾ വിൽക്കുകയും കുറഞ്ഞ വിലയ്ക്ക് അതിനെ തിരിച്ച് മേടിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ്, ട്രേഡിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ആർബിട്രാജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർബിട്രാജ് ട്രേഡ്സ് ഉണ്ട്. എക്സ്ചേഞ്ച് ടു എക്സ്ചേഞ്ച് ആർബിട്രാജ് ട്രേഡ്സ് നടക്കാറുണ്ട്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ NSEയിൽ ഒരേ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ NSEയിൽ ഇപ്പോൾ റിലയൻസ് എടുത്തോളൂ. നമുക്ക് റിലയൻസിന് NSEയിൽ ഒരു വിലയായിരിക്കാം. ഇപ്പോൾ 1,500 രൂപയാണെന്ന് വെച്ചോളൂ. റിലയൻസിൽ NSEയിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ 1,500 രൂപ. അതേ BSEയിലാണെങ്കിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. 1,475 രൂപയോ അല്ലെങ്കിൽ 80 രൂപ അല്ലെങ്കിൽ 90 രൂപയാണെന്ന് വെച്ചോളൂ. 10 റുപ്യയുടെ ഡിഫറൻസ് അവിടെ വന്നോ? അപ്പോൾ ഈ 10 റുപ്യയുടെ ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ചേഞ്ച് ടു എക്സ്ചേഞ്ചസ് നമുക്ക് ആർബിട്രാജ് ട്രേഡ്. ഇപ്പോൾ കൂടിയ വിലയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കൂടിയ വിലയുള്ളതിന് നമ്മൾ സെല്ലും ചെയ്യുന്നു, കുറഞ്ഞ വിലയുള്ളത് നമ്മൾ ബൈയും ചെയ്യുമ്പോൾ ഇത് തമ്മിൽ മാച്ച് ആകുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ചെറിയ ലാഭം സാധ്യതയാണ്. പക്ഷേ ഈ ഒരു ആർബിട്രാജ് ട്രേഡ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇതേമാതിരി ഡിഫറെൻ്റ് ഒരേ ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ, അതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമോഡിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ട്രേഡബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും അതിൻ്റെ പറയുന്ന പേരാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയും, സ്റ്റോക്ക് എന്ന് പറയും, ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. ഡിഫറെൻറ്റ് നെയിംസ്, ഡിഫറെൻറ്റ് ടെർമിനോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. സോ ആർബിട്രാജ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഇവിടെ ട്രേഡിങ്ങിൽ അത് എങ്ങനെ ആപ്ലിക്കബിൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് എടുക്കാം. ഓക്കെ, സിമ്പിളായിട്ട് വേറൊരു ഇത് നോക്കാം. ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ റിലയൻസിൻ്റെ കറണ്ട് മന്ത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴും സ്പോട്ട് ഈക്വിറ്റി മാർക്കറ്റിൽ നിന്നും ഫ്യൂച്ചേഴ്സിലേക്ക് കടക്കുമ്പോൾ ഓരോന്നിനും പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവാം. അത് മൈനർ വേരിയേഷൻസേ നോർമൽ സിനാരിയോസിൽ ഉണ്ടാകാറുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയാം. പക്ഷേ ഓൺ സം എന്താ പറയുക, എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ ഇത് എന്താവാം, ഹ്യൂജ് ഡിഫറൻസസ് വരാൻ സാധ്യതയുണ്ടാകും. ഇപ്പം നിഫ്റ്റിയിൽ തന്നെ നിഫ്റ്റി കറണ്ട് മന്ത് 3 മന്ത് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അറിയാമല്ലോ. കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ് എന്നുണ്ടാവാം. അപ്പോൾ അതിൽ കറണ്ട് മന്ത് ഫ്യൂച്ചറിനും നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിനും തമ്മിലുള്ള വേരിയേഷൻ, പ്രൈസ് വേരിയേഷൻ അത് ചെറുതാവാം. ചില സാഹചര്യങ്ങളിൽ അത് വലുതായിട്ട് മാറാനും സാധ്യതയുണ്ട്. നല്ല ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്, പ്രൈസ് ഡിഫറൻസസ്. അപ്പോൾ ഈ ഡിഫറൻസസിനെ
ട്രേഡേഴ്സ് എങ്ങനെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുമെന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് പോകുന്ന പ്രൈസസ് ഒരിക്കലും സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. അത് ഹയറിൽ നിന്നും ലോവറിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതാണ് സ്പ്രെഡ് റേഷ്യോ. സ്പ്രെഡായി പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് മീൻസ് അപ്പോൾ വികസിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആ വികസിക്കുന്നത് ചുരുങ്ങാനുള്ള സാധ്യത കൂടുതലാകും എന്നർത്ഥം. ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ടെർമിനോളജീസും നമ്മൾ ഫോർമലായിട്ടൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്നത്. ഇനി അത് വലിയ ഗീക്സോ എക്സ്പേർട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിലൊന്നും നിർബന്ധമില്ല, ഒബ്ജെക്ഷൻസ് ഇല്ല. പക്ഷേ ഇത് ഞാൻ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ. സോ അപ്പോൾ നമ്മളിവിടെ രണ്ട് ഡിഫറൻസ്, ഇപ്പോൾ നിഫ്റ്റിയിലും അല്ലെങ്കിൽ റിലയൻസ് ഫ്യൂച്ചേഴ്സിനെ നമുക്ക് ഇവിടെ ഒരു പരിഗണിക്കാം. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത് ഉണ്ടാവും. അപ്പോൾ കറണ്ട് മന്ത് ഫ്യൂച്ചേഴ്സ് നിങ്ങൾ ആ മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണെന്ന് അസ്യൂം ചെയ്യുക. കറണ്ട് മന്ത് ഫ്യൂച്ചറിൻ്റെ വില ഒരു 500 രൂപയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 1500 രൂപയാണെന്ന് വെച്ചോളൂ. ഓക്കെ. നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ, അതിൻ്റെ തൊട്ടടുത്ത മാസത്തെ ഫ്യൂച്ചറിൻ്റെ വില 1600 രൂപയാണെന്ന് വെച്ചോളൂ. ഓക്കെ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1500നും 1600നും ഇടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 100 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, ഇല്ലേ? അപ്പോൾ ആ 100 രൂപയുടെ ഡിഫറൻസാണ്. പക്ഷേ ഒരേ ഇൻസ്ട്രുമെൻ്റാണ്, പക്ഷേ രണ്ട് കോൺട്രാക്റ്റുകളാണ് അവിടെ, അല്ലേ? കറണ്ട് മന്ത് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. അതിനൊരു മാർക്കറ്റായിട്ട് തന്നെ കാണും. കറണ്ട് മന്ത് മാർക്കറ്റായിട്ട് തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. കറണ്ട് മന്ത് മാർക്കറ്റിൻ്റെ വില 1500, നെക്സ്റ്റ് മന്ത് മാർക്കറ്റിൻ്റെ വില എത്രയാണ്? 1600 എന്നാണ്. അപ്പോൾ ഈ രണ്ട് മാർക്കറ്റുകൾക്കും തമ്മിൽ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100 റുപ്പീസ്. അപ്പോൾ 100 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്കാണ്? കൂടിയ വിലയിൽ. അപ്പോൾ അടുത്ത മാസത്തെ കോൺട്രാക്റ്റിനെ ഒരു ട്രേഡർ എന്ത് ചെയ്യും? ആർബിട്രാജ് നടത്തുന്ന ഒരു ട്രേഡർ എന്ത് ചെയ്യും? അടുത്ത മാസത്തെ ഫ്യൂച്ചറിനെ അയാൾ സെല്ല് ചെയ്യും. കൂടിയ വിലയ്ക്ക് അയാൾ കൂടിയ വിലയുള്ള കോൺട്രാക്റ്റിനെ സെല്ല് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ്, കൂടിയ വിലയ്ക്ക് സെല്ല് ചെയ്യുക എന്ന് പറയുന്ന പോലെ, നമ്മുടെ മൊബൈൽ ഫോൺ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുന്ന പോലെ 1600ൻ്റെ കോൺട്രാക്റ്റിനെ അയാൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണ്? നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് 1600, കറണ്ട് മന്ത് 1500. അപ്പോൾ കറണ്ട് മന്ത് ഫ്യൂച്ചറിനെ കാൾ കൂടി നിൽക്കുന്നതാണ് നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ. 100 രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിന് എന്ത് ചെയ്യും? കൂടിയ വിലയ്ക്കുള്ള ഫ്യൂച്ചർ നെക്സ്റ്റ് മന്താണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചേഴ്സിനെ സെല്ല് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ അവിടെ സെല്ല് ചെയ്തു. എന്നിട്ട് കറണ്ട് മന്ത് ഫ്യൂച്ചറിന് എത്രയാണ്? വില കുറവാണ്, 1500 അപ്പോൾ എന്ത് ചെയ്യുന്നു? കറണ്ട് മന്ത് ഫ്യൂച്ചറിനെ അയാൾ ബൈയും ചെയ്യും. അപ്പോൾ കറണ്ട് മന്ത് ഫ്യൂച്ചർ ബൈ ചെയ്തു, ബിക്കോസ് അതിൻ്റെ വില കുറഞ്ഞത്. കൂടിയ കോൺട്രാക്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിൻ്റെ വില കൂടിയതായതുകൊണ്ട് അയാളതിനെ സെല്ലും ചെയ്യുകയാണ് എന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പക്ഷെ കറണ്ട് മന്തിൽ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കറണ്ട് മന്ത് എൻഡോടുകൂടി ഈ നെക്സ്റ്റ് മന്തിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചർ പ്രൈസിനോട് ചേർന്ന് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അതിനകത്ത് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ട്രേഡ് പ്രിഫറൻസിലേക്ക് പോകുന്നത്. ഇനി ആർബിട്രാജ് ട്രേഡ് നടത്തുന്നവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഒരുപാട് കൂടുതലാണ്. അപ്പോഴും 100% പ്രോബബിലിറ്റി അല്ല പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഒരുപാട് കൂടുതലാണ് ആർബിട്രാജ് ട്രേഡ്സ്. കാരണം ഡിഫറൻസസ് ഓഫ് വാല്യൂസ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയില്ല. അതിനും അവർ ചില ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉണ്ട് നമുക്ക്. ആർബിട്രാജ് റേഷ്യോസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ട്രേഡ് ചെയ്യണമെന്ന് നമുക്കറിയാൻ കൂടുതൽ ഡിഫറൻസസ് ഉള്ള എല്ലാ സ്റ്റോക്സിനും അല്ലെങ്കിൽ എല്ലാ ഈക്വിറ്റീസിൻ്റെയും ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും എല്ലാറ്റിനും ആർബിട്രാജ് ഡിഫറൻസസ് കോൺട്രാക്ട്സ് ബേസിസ്. കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ്സിലാണ്, അല്ലേ? അതിപ്പോൾ കമ്മോഡിറ്റീസ് ആയിക്കോട്ടെ, ഈക്വിറ്റി മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റും ആയിക്കോട്ടെ, അതിൻ്റെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ അതിപ്പോൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എടുത്ത് നോക്കൂ. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സിൽ ഡിഫറെൻറ്റ് പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവും. ഈ ഡിഫറെൻറ്റ് വേരിയേഷൻസിനെ എല്ലായ്പ്പോഴും എല്ലാം വലിയ ഡിഫറൻസസ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്, ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ വാർ പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ
നല്ല ഡിഫറൻസസ് വരാൻ സാധ്യതയുണ്ട്. അത്തരം ഡിഫറൻസസ് വരുന്ന ഇൻസ്ട്രുമെൻറ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ട്രേഡർ, ആർബിട്രാജ് ട്രേഡ് നടത്തുന്ന ഒരാൾ, അയാൾ നല്ല ഇപ്പോൾ 100 രൂപ ഡിഫറൻസസ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും 500 രൂപ ഡിഫറൻസ് തമ്മിലുണ്ട്, കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് അത് 500 രൂപയോളം ഡിഫറൻസ് ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ട്രേഡർ ഏതായിരിക്കും ചൂസ് ചെയ്യുക? തീർച്ചയായിട്ടും 500 പോയിൻറ്റ്സ് കിട്ടുന്ന ട്രേഡിലായിരിക്കുമല്ലോ കൂടുതലും ഫോക്കസ് വരിക. അപ്പോൾ കൂടുതൽ അതിൽ നിന്നും കമ്പാരിറ്റീവ്ലി ആർബിട്രാജ് ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ ബെനിഫിറ്റ് ഏതിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയിട്ട് അത്തരം ട്രേഡിൽ ഏർപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ആർബിട്രാജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ ക്രോസ് ഇപ്പം നിങ്ങൾ റിലയൻസ് ഫ്യൂച്ചർ വെച്ചിട്ട് TCS ഫ്യൂച്ചറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതുവഴിയും നിങ്ങൾക്കൊരു ആർബിട്രാജ് നടത്താം. പല രീതിയിലും ആർബിട്രാജ് ട്രേഡേഴ്സ് നടത്താം. നമ്മൾ ഇവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ആർബിട്രാജ് ട്രേഡ് എങ്ങനെ നടത്താം. 2 കാര്യങ്ങളുണ്ട് ഞാൻ ഇതുകൊണ്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം. 2 ഉണ്ട്. ഒന്ന്, ഈ ഒരു ആർബിട്രാജ് ട്രേഡ് നടത്താൻ വളരെ തുച്ഛമായ തുക നമുക്ക് മതിയാകും. നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടും. ഒരു 20,000 30,000 റുപ്പീസ് നമുക്ക് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ മതിയാകും. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിന് സാധ്യത ഉണ്ടാവും. അതും നോട്ട് പ്രോപ്പർലി ഡിഫൈൻഡ്. കാരണം ഇതൊരു സ്ട്രാറ്റജി അല്ല, ഇത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഫൈൻഡിങ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഇത്ര ലാഭം കിട്ടാം, ഇത്ര ലോസിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. പക്ഷേ ഇവിടെ അങ്ങനൊരു സംവിധാനമില്ല. ഇവിടെ ആർബിട്രാജ് ഓരോ കാലത്തിലും മാറിക്കൊണ്ടേയിരിക്കും, ഓരോ ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് മാറും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് റിലേറ്റീവ്ലി ലെസ്സർ പ്രോഫിറ്റ് ആയിരിക്കും മറ്റ് ട്രേഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആർബിട്രാജ് ട്രേഡ്സിന് ലഭിക്കുക. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അതായത് പ്രോഫിറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും എന്താണ് അതിൻ്റെ ഡിഫറൻസസും ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ദന്നിലൂടെ നമുക്കതിനെ കണ്ടെത്താമെന്നും ഒക്കെ നമുക്ക് ചെറിയൊരു ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സിമ്പിളായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ആർബിട്രാജ് എന്ന് പറയുന്നത് ഡിഫറൻസസ് ഓഫ് പ്രൈസസിനെ നിന്നും ആ ഡിഫറൻസസിനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ആർബിട്രാജ് എന്ന് പറയുന്നത്. ആർബിട്രാജ് ട്രേഡ് അല്ലെങ്കിൽ രണ്ട് ഹയർ പ്രൈസസിൽ ഉള്ളതിനെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ സെല്ലും ചെയ്യുന്നു, ലോവർ പ്രൈസ് ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ ബൈയും ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് അത് ഓവർ എ പീരീഡ്, അത് ഒരു എക്സ്പയറി കോൺട്രാക്റ്റ് അവസാനിക്കുന്ന വരെ നമ്മളത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഇത് തമ്മിലുള്ള ബാലൻസിങ് സമയത്ത് സെല്ല് ചെയ്തത് വലിയ തുകയ്ക്ക് സെല്ല് ചെയ്യുമ്പോൾ അത് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ ആ കോൺട്രാക്റ്റ് എക്സിറ്റ് ചെയ്യുന്ന സംഭവത്തിന് എന്താ സംഭവിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ഇത് രണ്ടിൻ്റെ തമ്മിലുള്ള വേരിയേഷൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈഡ് ബൈ ആ ഒരു കോൺട്രാക്റ്റ് സൈസ് എത്രയാണോ അതിൻ്റെ ലോട്ട് സൈസ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് ആർബിട്രാജ് ട്രേഡ് എന്ന് പറയുന്നത്. റീസണബിളായിട്ട് മാത്രമേ ഇത് നമുക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓൺ പ്രോഫിറ്റാണ് എന്ന് പറഞ്ഞിട്ട് 100% ഗ്യാരൻറ്റീഡായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം ലഭിക്കുമെന്ന് വിചാരിക്കരുത്, അത് തെറ്റാണ്. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് മറ്റേത് ട്രേഡിനേക്കാളും ആർബിട്രാജ് ട്രേഡിന് കൂടുതലുണ്ടെന്നർത്ഥം. ഓക്കെ, നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൽ തന്നെ നമുക്ക് 3 തരം ക്രൂഡ് ഓയിലിൽ 2 തരം ട്രേഡ്സ് കോൺട്രാക്ട്സ് അവൈലബിൾ ആണ്. ഒന്ന് ക്രൂഡ് ഓയിലുണ്ട്, ഇനി ഒന്ന് ക്രൂഡ് ഓയിൽ മിനി ഉണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ മിനി എന്ന് പറയുന്നത് എത്രയാണ്? 10 ബാരലിൻ്റെയാണ്. ക്രൂഡ് ഓയിലിന് എത്രയാണ്? 100 ബാരലാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ മിനിയുടെ ഫ്യൂച്ചേഴ്സിനെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആർബിട്രാജ് ട്രേഡ് എങ്ങനെ നടത്തിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് മന്ത്ലി കോൺട്രാക്റ്റ് ബേസിസിലാണ് ഫ്യൂച്ചേഴ്സ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ നമുക്ക് നിങ്ങളിവിടെ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡ് സ്ക്രീനിൽ നോക്കൂ, ഞാനിവിടെ നോക്കൂ ക്രൂഡ് ഓയിൽ മെയ് ഫ്യൂച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം മെയ് ഫ്യൂച്ചേഴ്സ്. അതേമാതിരി റൈറ്റ് സൈഡിലുള്ള ചാർട്ടിൽ എന്താ കാണുന്നത്? ക്രൂഡ് ഓയിൽ ജൂൺ. മെയ് കഴിഞ്ഞിട്ടല്ലേ ജൂൺ വരിക. ഓക്കെ, സോ അപ്പോൾ മെയ് കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ജൂൺ കോൺട്രാക്റ്റ്. അപ്പോൾ 2 കോൺട്രാക്റ്റിൻ്റെയും
ഇവിടെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, രണ്ട് കോൺട്രാക്റ്റിൻ്റെയും മാർക്കറ്റ് പ്രൈസ് ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, മെയ് മന്ത് കോൺട്രാക്റ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മെയ് മന്ത് കോൺട്രാക്റ്റിൻ്റെ വില എത്രയാണ്? അത് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് നല്ല ശ്രദ്ധിക്കുക നിങ്ങളൊരു പോയിൻ്റ്. അതായത് കറണ്ട് മന്തിന് വില കുറവായിരിക്കും, നെക്സ്റ്റ് മന്ത് വില കൂടുതലായിരിക്കും, അതിൻ്റെ അടുത്ത മാസത്തിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ഞാൻ ഒരു ജനറൽ ടോക്കിൽ പറഞ്ഞു. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ കറണ്ട് മന്ത് കൂടുതൽ, അതിൻ്റെ അടുത്ത മാസം കുറഞ്ഞതായിരിക്കും, അതിനടുത്ത മാസം വീണ്ടും കുറഞ്ഞതായിരിക്കാം. സോ അങ്ങനെയും വരാം. അത് നമുക്ക് വിഷയമല്ല. നമുക്ക് ഡിഫറൻസസ് ഇൻ പ്രൈസ്, ഏത് പ്രൈസ് ആണോ, ഏത് കോൺട്രാക്റ്റിനാണോ വില കൂടുതൽ, ആ കോൺട്രാക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. ഏത് കോൺട്രാക്റ്റിനാണോ വില കുറവ്, ആ കോൺട്രാക്റ്റിന് നമ്മൾ ബൈയും ചെയ്യാം. സോ അത് ഇന്ന മാസത്തത് അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഡിഫറൻസ് നോക്കൂ. മെയ് മന്ത് കോൺട്രാക്റ്റിൻ്റെ വില എത്രയാണ് അറ്റ് പ്രസൻറ്റ്? ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് ഇത് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് കാണുന്നില്ല, നമുക്ക് സ്റ്റേബിളായിട്ട് കാണുന്നു. അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനർ ചേഞ്ചസ് വരുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ കറണ്ട് മന്ത് ഇപ്പോഴത്തെ മെയ് മന്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എത്രയാണ്? 9829 അല്ലേ? 9829 നിൽക്കുന്നു. അതേത് ജൂൺ മന്ത് കോൺട്രാക്റ്റ് നോക്കൂ, അതിൻ്റെ വില എത്രയാണ്? 9389. ഹ്യൂജ് ഒരു മാസത്തിനിടയിലുള്ള ഗ്യാപ്പ് നോക്കൂ. 829, 389. 9829 മൈനസ് 9389 ചേർന്നാൽ എത്ര വരുന്നു? ടോട്ടലി നോക്കൂ, 440 റുപ്പീസ് അല്ലേ? 440 രൂപ നമുക്കിവിടെ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 440. ഞാനിത് ഇവിടെ വെക്കാം. നോക്കൂ, 440 അല്ലേ? അപ്പോൾ ഈ 440 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡിഫറൻസ് ഓഫ് പ്രൈസാണ്. രണ്ട് ഫ്യൂച്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഈ മാസത്തെയും അടുത്ത മാസത്തെയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 440. അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ, അതായത് ഈ 9829 എന്ന് പറയുന്ന കോൺട്രാക്റ്റ് അത് എക്സ്പാൻഡഡ് ആണോ അതോ അത് നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തണം. ഒന്ന്. രണ്ട്, ഇത്രയും ഹ്യൂജ് ഡിഫറൻസ് വരാൻ കാരണം എന്തായിരിക്കാം? മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ സിറ്റുവേഷൻസ് ആയിരിക്കാം. അതിനെ നമ്മൾ എങ്ങനെ, ഏത് രീതിയിൽ കണ്ടെത്താം എന്നുള്ളത്, ഈ കമ്പാരിസൺ നമുക്ക് നടത്താൻ സിമ്പിളാണ്. നോക്കൂ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിലേക്ക് പോവാം. ഇൻഡിക്കേറ്ററിൽ പോയിട്ട് റേഷ്യോ, എന്താണ് റേഷ്യോ? RATIO, റേഷ്യോ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് റേഷ്യോയുടെ ഒരു ഇൻഡിക്കേറ്റർ. ഇതെന്താണ് ഈ റേഷ്യോ? ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സിമ്പിൾ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇപ്പോൾ മെയ് മാസം നിൽക്കുമ്പോൾ നമ്മൾക്ക് ജൂൺ മാസത്തെ കമ്പാരിസൺ വേണം. ജൂൺ മന്ത് കോൺട്രാക്ട്, സെയിം കോൺട്രാക്റ്റിൻ്റെ ക്രൂഡ് ഓയിൽ മിനി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെയ് മന്ത് കോൺട്രാക്റ്റിനെ നമ്മൾ ജൂൺ മന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തിനെയാണ് കമ്പയർ ചെയ്യുന്നത്? അതിൻ്റെ പ്രീമിയത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് അത് മോസ്റ്റ്ലി എന്തായിരിക്കാം? വലിയ ഹ്യൂജ് ആർബിട്രാജ് ഡിഫറൻസസ് വരാറില്ല. ബട്ട് ഓൺ സം ഒക്കേഷൻസ് അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് നോർമൽ ലൈൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 എന്ന് നമുക്ക് തീരുമാനിക്കാം. 1ന് മുകളിലാണെങ്കിലോ താഴെയാണെങ്കിലോ എന്താണ്? അത് ഹ്യൂജായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുത്തെ നിങ്ങൾ ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ താഴത്തെ ഇത് കണ്ടോ? നോർമലി പ്രീവിയസ് ഒക്കെ നിങ്ങൾ നോക്കൂ. ഈ പറയുന്ന ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലൂ ലൈൻ പോകുന്നത് എന്താണ്? 1 എന്ന് പറയുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി ഇംബാലൻസ്ഡ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ എന്താ പറയുക, ഈ മെയ് മന്ത് കോൺട്രാക്റ്റ്. മെയ് മന്ത് എന്താണ്? മെയ് മന്തിൻ്റെ ഡിഫറൻസ് നോക്കൂ. അതിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഡിഫറൻസ് വളരെ വലുതാണ്. നോക്കൂ, 1നേക്കാൾ ഒരുപാട് മുകളിൽ. അതിനും പ്രീവിയസ് മന്തൊക്കെ ഏപ്രിൽ മാസമൊക്കെ ഒരുപാട് ഹൈയിലേക്ക് പോയത് വീണ്ടും തിരിച്ച് എങ്ങോട്ടേക്കാണ് വന്നത്? നോക്കൂ, ലോയിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. വീണ്ടും അത് ഇവിടെ നിന്ന് വീണ്ടും ഹൈയിലേക്ക് പോയി. അതേമാതിരി ജൂൺ
ജൂൺ മന്ത് കോൺട്രാക്ട് നോക്കൂ, ഇപ്പോൾ താഴെ കിടക്കുക. അത് ഏപ്രിലൊക്കെ നല്ലപോലെ താഴ്ന്നു പോയി, പിന്നെ അത് തിരിച്ച് വീണ്ടും ഒന്നിലേക്ക് വീണ്ടും മുകളിലേക്ക് കയറി വന്നു, വീണ്ടും ഇപ്പോൾ അത് താഴ്പോട്ടേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. സോ ഈ ഡിഫറൻസസ്, ഇത് മുകളിൽ നിന്ന് താഴ്പോട്ടേക്ക് വരിക, ഇത് തിരിച്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു സാധ്യത സാഹചര്യത്തിന്, അപ്പോൾ രണ്ടും കൂടി തമ്മിൽ എന്താ സംഭവിക്കുക, രണ്ടും കൂടി ഒരു മെർജ്ഡ് സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു മെർജ്ഡ് സിറ്റുവേഷൻസ് വരുന്ന സാഹചര്യത്തിൽ രണ്ടിലും നമുക്ക് പ്രോഫിറ്റാണ്. നമ്മൾ എന്താ സംഭവിക്കുക, നമ്മൾ ഹയ്യസ്റ്റ് വാല്യൂ ഉള്ളതിന് നമ്മൾ സെല്ല് ചെയ്യാൻ സാധ്യത, മുകളിലേക്ക് പോയാൽ താഴ്പോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടാവും. താഴ്പോട്ടേക്ക് പോകുന്ന വില, താഴെ നിൽക്കുന്ന വില മുകളിലേക്ക് കയറാനും സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിന് എന്താ ചെയ്യുന്നത്, കൂടിയ വിലയ്ക്കുള്ള ഫ്യൂച്ചറിന് നമ്മൾ സെല്ല് ചെയ്യുന്നു, അത് മുകളിൽ നിന്നും താഴ്പോട്ടേക്ക് വരാൻ സാധ്യത കാണാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഇനി താഴെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, വില കുറഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു ഫ്യൂച്ചേഴ്സിനെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അതും കാലണ്ടർ സ്പ്രെഡാണ്. ഒരിക്കലും നമുക്ക് അതേ മാസത്തെ കറണ്ട് മന്തിൻ്റെ, ഇപ്പോൾ മെയ് മാസത്തെ ഫ്യൂച്ചറിന് നിങ്ങൾക്ക് ബൈയും ചെയ്ത് അതേ ഫ്യൂച്ചറിന് നിങ്ങൾക്ക് സെല്ലും ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇംബാലൻസ്ഡ് ആയി പോകും, നമുക്കത് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് പോസിബിളാണ്. മെയ് മന്ത് ഫ്യൂച്ചറിന് നിങ്ങൾ ബൈയോ സെല്ലോ ചെയ്യാം. മെയ് എന്നല്ല, ഒരു മാസത്തെ ഫ്യൂച്ചറിന് നിങ്ങൾക്ക് ബൈയോ സെല്ലോ ചെയ്യാം. അത് കഴിഞ്ഞ് തൊട്ട് അടുത്ത മാസത്തെ ഫ്യൂച്ചറിന് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ബൈയും സെല്ലും ചെയ്ത് നിലനിർത്താൻ സാധിക്കും പോർട്ട്ഫോളിയോയിൽ. അതല്ല, ഒരേ മാസത്തെ തന്നെ ഫ്യൂച്ചേഴ്സിനെ ബൈയും സെല്ലും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ ഇതിനെ കാലണ്ടർ സ്പ്രെഡ്, കാലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാലണ്ടർ എന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ ടെക്നിക്കൽ ടെർമിനോളജീസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മെയ്യിൽ നിന്നും ജൂൺ രണ്ടിനെയും നമ്മൾ ട്രേഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഇവിടുത്തെ ഈ ഡിഫറൻസ് 440 ആണ്. അപ്പോൾ നിങ്ങൾ സപ്പോസ്, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക നോക്കൂ, നിങ്ങൾ ക്രൂഡ് നമ്മളിനി അടുത്ത സ്ട്രാറ്റജി ബിൽഡിങ്ങിലേക്ക്, സ്ട്രാറ്റജി അല്ല, ഇത് ബിൽഡ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിതാ ഇത് എടുത്തിട്ടതാ മെയ് മന്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, കൂടിയ വിലയിലുള്ള സ്ട്രാറ്റജി എത്രയാണ്, മെയ് മന്ത് 18th മെയ്യിൽ എക്സ്പയറി ആകാൻ പോകുന്ന ക്രൂഡ് ഓയിൽ മിനിയുടെ വില എത്രയാണ്, 9829. അതിനിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സെല്ല് ചെയ്തിരിക്കുന്നു കേട്ടോ, മെയ് മന്ത് സെല്ല്. അടുത്തത് ദാ നോക്കൂ, ജൂൺ മന്ത് കോൺട്രാക്റ്റ് എത്രയാണ്, 9389, 9377, ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. സോ ഇത് രണ്ടും തമ്മിലുള്ള 9800 9300 ഓൾമോസ്റ്റ് 500 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ്, 480 സംതിങ് പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കണ്ടു, ഈ റേഷ്യോ സ്പ്രെഡ്, ഈ റേഷ്യോ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഓൾവേസ് അത് ടെൻഡൻസി ടുവേർഡ്സ് ഡൗൺ. വലിയ പ്രൈസ് ആണെങ്കിൽ തിരിച്ച് വീണ്ടും നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും, ചെറിയത് താഴ്ന്നു പോകുന്ന പ്രൈസ് ആണെങ്കിൽ തിരിച്ച് വീണ്ടും മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇനി വരാൻ പോകുന്ന ഒരു മാസക്കാലത്ത് ഇവിടെ ഇപ്പോൾ ഈ കൂടിയ വില കുറയാനും കുറഞ്ഞ വില കൂടാനും സാധ്യതയുണ്ടാകും. അപ്പോൾ ഈ രണ്ട് ട്രേഡിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂടുതൽ സാധ്യതയുണ്ടാകും. പക്ഷെ മാക്സിമം നമുക്ക് എത്രയായിരിക്കാം, അവിടെയാണ് അടുത്ത പോയിന്റ്. മാക്സിമം നമുക്ക് ഇതിനകത്തൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, വാട്ട് എവർ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഈ ഡിഫറൻസ് എത്രയാണ്, 440 rupees, ഇതാണ് നിങ്ങളുടെ മാക്സിമം പ്രോഫിറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിറ്റീവായിട്ട്, പക്ഷേ ലോസ് അൺലിമിറ്റഡ് എന്ന് എല്ലായ്പ്പോഴും കാണിക്കും. പക്ഷേ ഇതങ്ങനെ യാതൊരു തരത്തിൽ നമുക്ക് ഒരു മറ്റുള്ള ട്രേഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ റിസ്ക് ഫാക്ടർ കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇനി 440 എന്ന് പറഞ്ഞാൽ 440 രൂപയാണോ ലാഭം? അല്ല. ഒരു കോൺട്രാക്റ്റ് എത്രയാണ് പറഞ്ഞു, ക്രൂഡ് ഓയിൽ മിനിയുടെ കോൺട്രാക്റ്റ് എത്രയാണ്, 10 ആണ് അല്ലേ. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറയുന്നത് 10 ക്വാണ്ടിറ്റീസ് ഉണ്ട്, 10 ബാരൽസ് ഉണ്ട്. അപ്പോൾ 10 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ബാരലിൻ്റെ വിലയിൽ 440 രൂപ, അപ്പോൾ ഇൻറ്റു 10 ബാരൽസ് വരുമ്പോൾ അപ്പോൾ എത്രയായി, 4400 രൂപ അപ്രോക്സിമേറ്റ്ലി. ഇവിടെ നോക്കൂ, അപ്രോക്സിമേറ്റ്ലി 4000, കുറച്ച് വേണ്ട ഇവിടുത്തെ ഡിഫറൻസിൽ വന്നു, 4890 രൂപ, ഏതാണ്ട് 26% പ്രോഫിറ്റ്. 26% എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്, ഇവിടെ നോക്കൂ, ടോട്ടൽ മാർജിൻ ഇത് രണ്ട് ഫ്യൂച്ചേഴ്സിനെയും, കറണ്ട് മന്ത് ഫ്യൂച്ചറിനെ സെല്ലും ചെയ്ത് നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിനെ ബൈയും ചെയ്യാൻ, രണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെയും ക്രൂഡ് ഓയിൽ മിനി ഫ്യൂച്ചേഴ്സിന് നമുക്ക് ടോട്ടൽ റിക്വയർമെൻറ്റ് ഒന്ന് ബൈയും ഇനിയൊന്ന് സെല്ലും ചെയ്യാൻ നമ്മുടെ ടോട്ടൽ റിക്വയർമെൻറ്റ് 66,000 രൂപ മതി. അങ്ങനെയാണെങ്കിൽ ഹെഡ്ജ് ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്, അതിലും ഒരുപാട് ഹെഡ്ജ് ബെനിഫിറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോട്ടലി വെറും നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ നോക്കൂ, വെറും 18,000 രൂപ മതി.
18,000 റുപ്പീസ് മതി. സോ ദിസ് 18,000 റുപ്പീസിൽ നിന്ന് നമുക്ക് അറൗണ്ട് 4,000, ഇപ്പം നിങ്ങൾ 4,800 രൂപ ഷാർപ്പായിട്ട് നോക്കണ്ട, പോട്ടെ 4,000 രൂപ കിട്ടിയാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 20,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 4,000 രൂപ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ് ആയില്ലേ? 20,000ൻ്റെ 10% എത്രയാണ്? 2,000 റുപ്പീസ്. 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മാസത്തിൽ നിങ്ങൾക്ക് അത് 4,000 രൂപയായിട്ട് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇത് എല്ലായ്പ്പോഴും കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, എല്ലായ്പ്പോഴും നിങ്ങൾ ഇത് ക്രൂഡ് ഓയിൽ കിട്ടുന്നു എന്നല്ല. ക്രൂഡ് ഓയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് എന്താ പറയുക, ഹൈ വോളറ്റാലിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രൈസ് വേരിയേഷൻസ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നിങ്ങളിത് മനസ്സിലാക്കിയുള്ള ഗുണം എന്താണ്? ആർബിട്രാജ് ട്രേഡിങ്ങിൻ്റെ ഗുണം എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും ഇതേമാതിരി ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് നമുക്ക് ലഭ്യമാകും. എന്താ പറയുക, ഹൈ വോളറ്റൈൽ നിൽക്കുന്ന ഇത് അത് നമുക്ക് കണ്ടെത്താൻ നമുക്ക് ഈസി ആയിട്ട് എന്താ സിമ്പിളായിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. സിമ്പിൾ കോൺട്രാക്റ്റുകൾ തമ്മിലുള്ള നിഫ്റ്റിയിൽ തന്നെ ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യാം, ക്രോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും തമ്മിലുള്ള വേരിയേഷൻസ് നോക്കാം, അതിലും നിങ്ങൾക്ക് ഇതുമാതിരി ആർബിട്രാജ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, എപ്പോഴും രാവിലെ ഓപ്പൺ ചെയ്യുന്നു, ഇന്ന് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ, ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവോ, സാർ ഇന്ന് മാർക്കറ്റ് താഴേക്ക് പോവോ, ഞാൻ പുട്ട് എടുക്കട്ടെ, ഞാൻ കോൾ എടുക്കട്ടെ, ഞാൻ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ലാഭം കിട്ടുമോ, ഞാൻ വിൽക്കണോ, ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾ കുറച്ച് പഠിക്കാൻ ശ്രമിക്കൂ. കുറച്ചുകൂടെ കാര്യങ്ങളെ എന്താ പറയുക ഗഹനമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓപ്പർച്യൂണിറ്റീസ് പുതിയത് കണ്ടെത്താൻ ശ്രമിക്കൂ. കൂടുതൽ ലാഭം കിട്ടുന്നതിലേക്ക് പിന്നാലെ ഓടാതിരിക്കൂ. കുറഞ്ഞ ലാഭമാണെങ്കിലും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൽ നിന്നും റീസണബിൾ, ഞാൻ പറയുന്നത് കുറഞ്ഞ ലാഭം എന്ന് പറയുന്നത് നിങ്ങളൊന്നും ഉണ്ടാകണ്ടെന്നല്ല, റീസണബിൾ ഹൈ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കിട്ടണം. എൻ്റെ ട്രേഡ് ഹൈ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ആയിരിക്കണം. എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. എനിക്ക് റീസണബിളായിട്ട് അതിൽ നിന്നും ലാഭം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മൂന്നാമതും അത് ഏറ്റവും അവസാനമായിട്ടുള്ള പോയിൻ്റ് എന്താണ്? മനസ്സമാധാനത്തോടു കൂടി ഞാനൊരു ട്രേഡറാണ് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാനും പ്രവർത്തിക്കാനും ജീവിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ആർബിട്രാജ് എന്താ പറയുക, ക്രോസ് ആർബിട്രാജ്, ഇപ്പോൾ ഇത് സെയിം കോൺട്രാക്റ്റിലുള്ള തന്നെ ഡിഫറെൻറ്റ്, അത് യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾ ആവശ്യത്തിലധികം എന്താ പറയുക വീഡിയോസ് വേറെയും അവൈലബിൾ ആകും. ഞാൻ എന്താ പറയുക ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ വേണ്ടുന്നവന് ഒരു ചെറിയൊരു ഗൈഡൻസ് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ ഇൻസ്ട്രുമെൻസിലും, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിലാണ് കേട്ടോ കൂടുതലും നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഗോൾഡിൽ നമുക്ക് ആർബിട്രാജ് ചെയ്യാം, സിൽവറിൽ ആർബിട്രാജ് ചെയ്യാം, ഇക്വിറ്റീസ് മാർക്കറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർബിട്രാജ് ചെയ്യാം, ക്രോസ് ആർബിട്രാജ് ചെയ്യാം, എക്സ്ചേഞ്ച് വൈസ് ആർബിട്രാജസ് ഒക്കെ ചെയ്യാം. ഇതൊക്കെ അങ്ങനെ ഒരുപാടെണ്ണമൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്നും പോകണ്ട. നമ്മൾക്ക് ഫീസിബിളായി തോന്നുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പാകത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്രൂഡ് ഓയിലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആർബിട്രാജ് ട്രേഡ് എങ്ങനെ നടത്തണം, രണ്ട് കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ തുടക്കം മുതൽ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ മോർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.